കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മെ കാണുന്ന സമയമാണ്. കണ്ണുകൾ തുറന്ന് കരങ്ങൾ കൂപ്പിയോ കരങ്ങൾ മാറോട് ചേർത്തോ ഈശോയിലേക്ക് തന്നെ നോക്കിക്കേ. മറ്റൊരു കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതില്ല, ആകുലപ്പെടേണ്ടതില്ല. ജീവിക്കുന്ന കർത്താവ് നിന്റെ കൺമുമ്പിൽ നിൽക്കുക. 38 വർഷം ബത്സേദ കുളക്കടവിൽ തളർന്നു കടന്ന ഒരുവൻ്റെ അടുത്തേക്ക് കർത്താവ് വന്നു. എന്നിട്ട് കർത്താവ് ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പം അതിനവൻ മറുപടി പറഞ്ഞത്, വെള്ളമിളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കാൻ ഇവിടെ ആരുമില്ലെന്നാ. ഈശോ ചോദിച്ചത് എന്താ? അവൻ പറഞ്ഞത് എന്താ? ഈശോ ചോദിച്ചത്, നിനക്ക് സുഖമാക്കാൻ സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ? ചോദിച്ചതാരാ? ജീവിക്കുന്നവനായ ദൈവം. ഈശോയ്ക്ക് അവിടെ വെള്ളമിളകേണ്ട ആവശ്യമില്ല, വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ തലയെ കൈവയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. വചനമയച്ചു പോലും അനേകരെ സുഖപ്പെടുത്തിയവനാണ് കർത്താവ്. ആ കർത്താവ് കൺമുമ്പിൽ നിന്നുകൊണ്ട് നിനക്ക് സുഖമാകാൻ ആഗ്രഹമുണ്ടോ, സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വെള്ളമിളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്നാ ചിന്തിച്ചേ. ഇതാ മക്കളെ, ജീവിക്കുന്ന കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കുക. നിനക്ക് എന്തു വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നീ നിന്റെ മനസ്സുകൊണ്ട് പോലും എതിർചിന്ത എടുക്കരുത്. അയ്യോ നടക്കില്ലല്ലോ, ഇങ്ങനെ അവസ്ഥയാണല്ലോ, എൻ്റെ രോഗം ഇത്ര വലുതാണല്ലോ, എൻ്റെ ബാധ്യത ഇത്രയും ഉണ്ടല്ലോ, എൻ്റെ മക്കൾ ഇത്രയും നാളായിട്ടൊന്നും ആയില്ലല്ലോ, എൻ്റെ ജീവിതം ഇതുവരെ ഒന്നും സെറ്റിലായി, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. കർത്താവ് ചോദിക്കുന്ന വിഷയത്തിൽ നീ യെസ് പറഞ്ഞാൽ മതി. നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നീ പറയണം, യെസ് കർത്താവ്, എനിക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. അത് അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ നീ കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് നീ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഹെബ്രായ 11:6 നാം വായിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ, എന്തിനെങ്കിലും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇങ്ങനെയുള്ള ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. എന്ത്? സുഖപ്പെടുത്താൻ കഴിവുള്ള, വിശുദ്ധീകരിക്കാൻ കഴിവുള്ള, വീണ്ടെടുക്കാൻ കഴിവുള്ള, നിന്റെ ആത്മരക്ഷ സ്വന്തമാക്കി തരാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. നീ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും, അനുഗ്രഹങ്ങൾ നൽകും എന്നും വിശ്വസിക്കണം. ഈ വിശ്വാസത്തോടെ കർത്താവിന് മുമ്പിൽ നിന്നേ. എന്നിട്ട് കർത്താവ് നിന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിനക്ക് എന്താണോ കുറവുള്ളത് ആ വിഷയത്തിലേക്കാണ് കർത്താവ് പോയി ചോദിക്കുന്നത്. അതുകൊണ്ടാണല്ലോ യാക്കോബിൻ്റെ പുസ്തകം 1:5 വചനം പറയുന്നുണ്ട്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവിടുന്ന് തരും. നിങ്ങൾക്ക് എന്താണോ കുറവുള്ളത്, കുടുംബത്തിൽ സമാധാനത്തിന് കുറവുണ്ടോ, കർത്താവിനോട് ചോദിക്കേ, സമാധാനം തരാൻ പറ, കർത്താവ് തരും. സമാധാനത്തിൻ്റെ രാജാവല്ലേ ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. കുടുംബത്തിൽ ഐക്യവും ഇല്ലേ, കർത്താവിനോട് ചോദിക്കേ, കർത്താവ് ഐക്യം തരും. കുടുംബത്തിൽ സാമ്പത്തിക തകർച്ചകളുണ്ടോ, അസ്വസ്ഥതകളുണ്ടോ, കർത്താവിനോട് പറ, കർത്താവെ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെല്ലാം തകർന്നു കിടക്കുക, ഈ വിഷയത്തിൽ നീ ഇടപെടാൻ പറ. മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ടോ, മക്കളുടെ പഠനം, അവരുടെ ഭാവി ജീവിതം, അവരുടെ രോഗത്തെ ഓർത്തൊക്കെ സങ്കടപ്പെടുന്നുണ്ടോ, കർത്താവിനോട് പറ. പക്ഷേ ചില ദുശീലങ്ങളിലേക്കും ദുസ്വഭാവങ്ങളിലേക്കും അനുസരണക്കേടിലേക്കും ലഹരിയുടെ സ്വാധീനങ്ങളിലേക്കും ഒക്കെ അടിമപ്പെട്ടു പോയ നമ്മുടെ യൗവനങ്ങളുണ്ടാകാം, ജീവിത പങ്കാളി ഉണ്ടാകാം, അവരെ ഓർത്തൊക്കെ വേദനിക്കുന്നുണ്ടാകാം, അസ്വസ്ഥരായിരിക്കും. തമ്പുരാനിലേക്ക് കൊടുക്കുക, ഈശോയ്ക്ക് കൊടുക്കുക. എന്നിട്ട് അവിടെയൊക്കെ ജീവിതത്തിൽ എന്താണോ ദൈവം ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നത് അത് കർത്താവ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിച്ചേ. അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചേ. നീ യാചിച്ചതും നീ ചോദിച്ചതും നിനക്ക് ലഭിച്ചു എന്ന് നീ വിശ്വസിക്കേ. അപ്പോൾ നിന്റെ സ്വന്തമായിട്ട് മാറുമെന്നല്ലേ വചനം പറഞ്ഞേ. അങ്ങനെയുള്ളൊരു വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. രോഗികളായിട്ടുള്ളവർ, മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ടാകാം, ക്യാൻസറുകൾ, ട്യൂമറുകൾ, മാറാരോഗങ്ങൾ, ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത രോഗപീഠകൾ, രോഗകാരണം എന്തെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ചില രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുക്കുക. എന്നിട്ട് ഈ രോഗത്തിൻ്റെ മേലും കർത്താവിന് അധികാരമുണ്ടെന്ന് വിശ്വസിച്ച് ആ
അധികാരം കർത്താവിന് കൊടുക്കുക. നിന്റെ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം കർത്താവിന് കൊടുക്കുക. അപ്പോൾ കർത്താവിന് നിന്നെയും സുഖപ്പെടുത്താൻ പറ്റും. ഇനി കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇരുകരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ വിശ്വാസത്തോടെയാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത്. കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 2:9 വചനം പറയുന്നത് എന്നാണെന്നറിയാമോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഇന്നോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണുകൾ കൊണ്ട് ഇന്നോളം കണ്ടിട്ടില്ലാത്തതും കാതുകൾ കൊണ്ട് ഇന്നോളം കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്തതുമായ അത്യത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. ആ ദൈവത്തോടുള്ള സ്നേഹത്തിൽ, കർത്താവിലുള്ള ആശ്രയത്തിൽ നിന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏത് വിഷയത്തിൻ്റെ മേലാണോ കർത്താവിൻ്റെ കൃപ വർഷിക്കപ്പെടേണ്ടത്, കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടേണ്ടത്, കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടേണ്ടത്, ആ വിഷയങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു 4-5 പേര് കേൾക്കുന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ സ്തുതിക്ക് യോഗ്യനായ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലേ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലേ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ആകുലതകള് ആനന്ദമാക്കാൻ കഴിവുള്ളവനെയാണ് നീ സ്തുതിക്കുന്നത്. നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കഴിവുള്ളവനെയാണ് നീ ആരാധിക്കുന്നത്. നിന്നെ സൃഷ്ടിച്ച് നിന്നെ പരിപാലിച്ച് നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടി സ്വജീവൻ ബലിയായി കാൽവരിയിൽ ഹോമിച്ച ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ഈശോയേ, ഈ ആരാധനയ്ക്ക് യോഗ്യനാണല്ലോ. ഈശോയേ, നീ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഈശോയേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. ചെങ്കടലിൻ കരങ്ങളടിച്ച് നീ പതറുവതോ മനമേ, ആമേൻ. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ നേരെ കൈ നീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും.
വഴികൾ തുറന്നു തരും. ഈശോയേ, ചെങ്കടൽ നേരെ കൈ നീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. കരങ്ങൾ ഉയർത്തിയടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ ജനത്തിന്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. കർത്താവേ, തളർന്നിരിക്കുന്ന മക്കളെ നീ ബലപ്പെടുത്തണമേ. കർത്താവെ, മനസ്സ് മരവിച്ചിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവെ കൈക്ക് പിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ കുടുംബങ്ങള്, തകർന്നുപോയ ദാമ്പത്യങ്ങള് കർത്താവേ നീ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ വിശുദ്ധ ജീവിതത്തെ കർത്താവേ നീ പുനരുദ്ധരിക്കണമേ. തകർന്നുപോയ ആത്മീയ ജീവിതത്തെ നീ ബലപ്പെടുത്തണമേ. തകർന്നുപോയ കൗദാശിക ജീവിതത്തെ കർത്താവേ നീ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. രാത്രിയുടെ യാമങ്ങളില് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് എഴുന്നേൽക്കുക, ദുസ്വപ്നങ്ങൾ കാണുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആ മേഖലയിൽ വിടുതൽ സൗഖ്യം നൽകുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടായിരുന്ന 3 മക്കളെയും കർത്താവ് സൗഖ്യം നൽകി കഴിഞ്ഞതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ ആ സൗഖ്യം ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നടുവിന് അതിശക്തമായ വേദന അനുഭവപ്പെടുന്ന ഒരു മകളെ കർത്താവ് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സ്പർശിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ആ സൗഖ്യം ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. അടുത്ത കൺവെൻഷന് മുമ്പ് നിശ്ചയമായിട്ടും അത് സാക്ഷ്യം പറയാൻ തക്ക വിധത്തിൽ കർത്താവ് ഇടപെടും എന്നുള്ള സന്ദേശം കൂടി കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിനകം 2 ബിസിനസ്സുകൾ ചെയ്തിട്ടും രണ്ടും പരാജയപ്പെട്ട് സാമ്പത്തികമായി ഒത്തിരി നഷ്ടമുണ്ടായ ഒരു കുടുംബത്തെ കർത്താവ് കാണുന്നുണ്ട്. ആകുലപ്പെടേണ്ട, അസ്വസ്ഥരാകണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക.
കർത്താവ് മുന്നോട്ടുള്ള വഴികൾ തെളിച്ചു തരുമെന്നുള്ള സന്ദേശവും കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്കിടെ അതിശക്തമായ പല്ലുവേദന അനുഭവപ്പെടുകയും അതേ തുടർന്ന് ഈ ഭാഗത്തായിട്ട് നീരും വേദനയൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തിൽ എപ്പോഴും ഇങ്ങനെ രോഗാവസ്ഥകള് വിട്ടുവിട്ടിങ്ങനെ ഒരാളുടെ രോഗം കഴിയും മറ്റൊരാൾക്ക് രോഗം, അങ്ങനെ നിരന്തരമായ രോഗാവസ്ഥയുള്ള ഒരു കുടുംബത്തെ കർത്താവ് ആ രോഗപീഠകളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഫൈബ്രോയിഡുമായി ബന്ധപ്പെട്ട്, യൂട്രസിൽ ഫൈബ്രോയിഡുമായി ബന്ധപ്പെട്ട് ഒരു അസ്വസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ഏറ്റെടുക്കട്ടെ. കർത്താവ് തരുന്ന സൗഖ്യം സ്വന്തമാക്കി ദൈവത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 3.5 വർഷത്തിലധികമായിട്ട് ഒരു പറമ്പിൻ്റെ വിൽപ്പന ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. ആ വിഷയത്തിൻ്റെ മേലും കർത്താവ് ഇടപെടുന്നതായിട്ടുള്ള സന്ദേശം ലഭിക്കുന്നുണ്ട്. യേശുവേ ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളതെല്ലാം കർത്താവിന് ഈ നിമിഷം കൊടുക്കുക. നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ, ആരുമില്ല എന്നുള്ള തോന്നലുകൾ, ജീവിതത്തിനൊരർത്ഥമില്ല എന്നുള്ള തോന്നലുകൾ, അവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ മേഖലകൾ എല്ലാം കർത്താവിന് കൊടുക്കുക. കുടുംബത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടാകാം, പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അവരെല്ലാം ഇപ്പോൾ ചേർത്ത് നിർത്താം. നമ്മുടെ ഇടവക ജനത്തെ മുഴുവനും സമർപ്പിക്കാം. ഇടവക അതിർത്തിയിലുള്ള നാനാജാതി മതസ്ഥരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇടവക അതിർത്തിക്ക് അപ്പുറം നിന്ന് വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം പ്രത്യേകം ചേർത്ത് നിർത്താം. കർത്താവേ, കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവ്, ഈ മക്കൾക്ക് വേണ്ടത് നീ നൽകണമേ. ജീവിക്കുന്ന ദൈവം തന്നെയാണ് ആശീർവദിക്കുന്നത്. കർത്താവിൻ്റെ ഒരു ആശീർവാദം കിട്ടിയാൽ തീരാനുള്ളതേ ഉള്ളൂ മക്കളെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും. അതുകൊണ്ട് ആ വിശ്വാസത്തോടെ ഇതാ ദിവ്യകാരുണ്യ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ്. സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നു